ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗമാണ്. വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പ് ആചരണത്തിൻ്റെ 1-ാമത്തെ ദിനത്തിലാണ് നാം ഇന്ന്. പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് ഈ ദിവസങ്ങളിലെ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ മംഗളവാർത്ത അറിയിക്കാനായിട്ട് എത്തിയ നിമിഷം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നും ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഫിയാത്ത് പറഞ്ഞ് തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. യോവാക്കിം അന്ന ദമ്പതികൾ തങ്ങളുടെ വാർദ്ധക്യത്തിൽ ജനിച്ച പ്രിയ മകളെ ദേവാലയത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച് ദൈവത്തിന് സ്വീകാര്യമായ ജീവിതത്തിന് ഉടമയായിട്ട് വളർത്തിക്കൊണ്ടുവന്നു എന്നാണ് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ദൈവപ്രീതിയുടെ മകളായിട്ട് വളർന്നു വന്നു. അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന നന്മയുടെ പുണ്യത്തിൻ്റെ വികാരങ്ങളാണ് വാക്കുകളായി ദൈവദൂതന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. ദൂതൻ പറഞ്ഞല്ലോ, ദൂതനോട് അവൾ പറയുന്നത്, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അത് ദൈവപിതാവിന് മുമ്പിലുള്ള സമർപ്പിക്കൽ. തൻ്റെ അധരം നന്മ നിറഞ്ഞതായതുകൊണ്ട്, തൻ്റെ ഹൃദയം നന്മ നിറഞ്ഞതായതുകൊണ്ട് നന്മയുടെ സുവിശേഷം അവളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരിക. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു എന്നാണല്ലോ ഈ ദിവസത്തെക്കുറിച്ച് നാം ധ്യാനിക്കേണ്ട വിഷയമായി ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയിലും ഏറ്റുപറയാൻ നിയുക്തമായിരിക്കുന്നത് അവിടുത്തെ സ്തുതിഗീതികൾ. മാമോദീസായുടെ നിർവചനത്തിൽ നാം പഠിച്ചിട്ടുള്ളത്, മാമോദീസായിലൂടെ ഒരുവൻ ക്രിസ്തുവിൻ്റെ സഹോദരനും ദൈവത്തിൻ്റെ മകനും സഭയുടെ അംഗവുമായി തീരുന്നു എന്നാണല്ലോ. വിശുദ്ധ പത്രോസ്ലീഹയുടെ വാക്കുകളിൽ മാമോദീസായിലൂടെ ഒരുവൻ രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തിയായിട്ട് മാറുന്നു. അക്ഷരാർത്ഥത്തിൽ മാമോദീസ എന്ന ഒരു കൂദാശ വഴി വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തികളാണ് ഓരോ ക്രിസ്ത്യാനി. അതുകൊണ്ട് തന്നെ അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് മാന്യമായ ഭാഷണമായിരിക്കണം, ദൈവസ്തുതിയുടെ വാക്കുകളായിരിക്കണം, ദൈവ അഭിഷേകത്തിൻ്റെ കൃപയുള്ള വാക്കുകളായിരിക്കണം. അത് പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ സ്വന്തം സത്ത നഷ്ടപ്പെടുത്തിയവനായി അവൻ മാറുന്നു എന്നാണ് നമ്മളെക്കുറിച്ച് ദൈവം പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം, ചിന്തിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ഒരു മനോഭാവമുണ്ടല്ലോ. അദ്ദേഹവും സ്വയം ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പുണ്യവഴികളിൽ അദ്ദേഹം എടുത്ത ഒരു നല്ല തീരുമാനം, ഞാൻ മൂലം ആരും കരയാനും കണ്ണീര് കുടിക്കാനും വേദനിക്കാനും ഇടയാകരുത് എന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മക്കളോ എൻ്റെ അയൽവാസികളോ എൻ്റെ ഇടവകജനമോ ഞാനുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലുമൊക്കെ വ്രണത ഹൃദയരാകുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നവരായി മാറുന്നുണ്ടെങ്കിൽ, ദുഃഖിക്കുന്നവരായി മാറുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട മേഖലയായിട്ട് വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലീഹയുടെ വാക്കിലൂടെ കരുണാമിശ്രിതവും ഹൃദ്യവുമായ വാക്കുകളാണ്. അവരെന്നെ ദൈവ അനുഭവത്തിലേക്ക് നയിക്കുന്ന
അഭിഷേകത്തിലേക്ക് നയിക്കുന്ന, കൃപയിലേക്ക് നയിക്കുന്ന വാക്കുകൾ നിൻ്റെ അധരങ്ങളിലൂടെ വരണം. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, എൻ്റെ നാവിനെ നിൻ്റെ സ്തുതികൾക്കായി മാത്രം, നന്മയുടെ വാക്കുകൾ ഉച്ചരിക്കാൻ മാത്രം ഉപയോഗിക്കണമേ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ അനവധി ദാനങ്ങൾ നൽകി അവിടുന്ന് നമ്മളെ വഴി നടത്തട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.